കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ ലോറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായുള്ള തെരച്ചിൽ നാളെ വീണ്ടും ആരംഭിക്കുകയാണ്. ഗോവ തുറമുഖത്ത് നിന്ന് ഇന്നലെ ട്രെഡ്ജർ കാർവാറിൽ എത്തിച്ചു. ഇന്ന് വൈകുന്നേരത്തോടെയാണ് ട്രെഡ്ജർ ഷിരൂരിലെത്തിക്കുക. കാർവാറിൽ നിന്ന് അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, ശരിക്കും ഈ ഇതിലെ ദുരൂഹത മാറ്റാൻ ഈ ട്രെഡ്ജറിൻ്റെ എത്തുന്നതോടെ പരിശോധന വീണ്ടും തുടങ്ങും നാളെ എന്നുള്ള വാർത്തകൾ വന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചോ? SKN ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇനി ഏറെ നിർണായകമാണ്. ഒരുപക്ഷെ അതൊരു അവസാനഘട്ട ദൗത്യത്തിലെ അവസാനഘട്ട ഭാഗം എന്ന് നമുക്ക് ഒരു വിശേഷിപ്പിക്കാൻ സാധിക്കും. ജില്ലാ ഭരണകൂടം തന്നെ പറയുന്നുണ്ട്, ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് ഈ പുഴയുടെ അടിത്തട്ടിലുള്ള മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ അതിൽ ഫലം കാണും എന്ന് തന്നെയാണ് ദൗത്യ സംഘവും ജില്ലാ ഭരണകൂടവും എല്ലാം പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈ അഴിമുഖത്താണ്, അതായത് കടലും പുഴയും സംഗമിക്കുന്ന അഴിമുഖത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഷിരൂരിലെ തന്നെ അഴിമുഖത്താണുള്ളത്. ഡ്രഡ്ജർ ഇന്നലെ കാർവാർ തുറമുഖത്തെത്തി. ഇന്ന് പുലർച്ചെ 2 മണിയോടെ കാർവാർ തുറമുഖത്ത് നിന്നും ഈ ഡ്രഡ്ജർ ഷിരൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമാണ്. ഇത് മറ്റ് അപകടമൊന്നുമില്ലാതെ ഈ ഡ്രഡ്ജർ ഷിരൂരിലെത്തിക്കുക എന്നുള്ളത്. ഈ അഴിമുഖം കടന്ന് 2 പാലങ്ങൾ കൂടി മറികടക്കേണ്ടതുണ്ട്. അതിലുള്ളൊരു പ്രശ്നം എന്നുള്ളത് വേലിയിറക്ക സമയത്ത് മാത്രമേ ഈ പാലങ്ങൾ കടക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്ന അഴിമുഖത്ത് നിന്നും 1 കിലോമീറ്റർ അകലെയാണ് ആദ്യത്തെ പാലമുള്ളത്. അതിനുശേഷം രണ്ടാമത്തെ പാലം ഒരു റെയിൽവേ പാലമാണ്. റെയിൽവേ പാലം അത്ര പ്രശ്നമുള്ളതല്ല. പക്ഷേ ആദ്യത്തെ പാലം മറികടക്കണമെങ്കിൽ ഈ വേലിയിറക്ക സമയം തന്നെ തിരഞ്ഞെടുക്കണം. അത്തരം സമയം ക്രമീകരിച്ചുകൊണ്ടാണ് ഈ ഡ്രഡ്ജർ ഈ കാർവാറിൽ നിന്ന് ഷിരൂരിലേക്ക് എത്തുന്നത്. ഏകദേശം ഒരു 10 മണിയോടെ ഈ അഴിമുഖം കടന്ന് ഇവിടെ ഈ ഡ്രഡ്ജർ എത്തിച്ചേരും. അതിനുശേഷം വേലിയിറക്ക സമയത്തിന് വേണ്ടി അവർ ഇവിടെ ഹോൾഡ് ചെയ്ത് കാത്തിരിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വേലിയിറക്ക സമയം ഉണ്ടാവുക. വേലിയിറക്ക സമയത്ത് ഈ 2 പാലങ്ങളും മറികടന്ന് ഏകദേശം വൈകിട്ടോടെയോ അല്ലെങ്കിൽ ഒരു 7 മണിയോടെ ഡ്രഡ്ജർ ഷിരൂരിൽ എത്തിച്ചേരും. ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് എത്തിച്ചേരും. ആ രീതിയിലാണ് നിലവിലിപ്പോൾ സമയം ക്രമീകരിച്ചിട്ടുള്ളത്. നാവികസേനയുടെ മേൽനോട്ടത്തിലാണ് ഈ കാർവാറിൽ നിന്നും ഈ ഡ്രഡ്ജർ ഷിരൂരിലേക്ക് എത്തിക്കുന്നത്. നാളെ തിരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നത്. ഇന്ന് അവിടെ എത്തിയാൽ ഇന്ന് തെരച്ചിലുണ്ടാവില്ല, നാളെ ആയിരിക്കും തെരച്ചിലുണ്ടാവുക. ഈ നാവികസേന നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള, അതായത് അവരുടെ സോണാർ പരിശോധനയിൽ മാർക്ക് ചെയ്തിട്ടുള്ള ലോറി ഉണ്ട് എന്ന് കരുതുന്ന സ്ഥലത്തെ അതിന് പുഴക്കടിയിലുള്ള മണ്ണും കല്ലുകളുമായിരിക്കും ആദ്യം നീക്കം ചെയ്യുക. അതിനുശേഷമായിരിക്കും ഈ ആഴത്തിലുള്ള പരിശോധന ഉണ്ടാവുക. നാവികസേനയ്ക്കൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഈശ്വർ മാൽപ്പയുടെ സംഘം ഉൾപ്പെടെ ആ മണ്ണ് നീക്കം ചെയ്തതിനു ശേഷം ഈ തെരച്ചിലിന്റെ ഭാഗമാകും എന്ന വിവരം കൂടി എന്തായാലും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിനെ വളരെ പ്രതീക്ഷയോടെയാണ് അർജുൻ്റെ കുടുംബവും കാണുന്നത്. അർജുൻ്റെ ബന്ധു ജിതിൻ ഇവിടെ ഷിരൂരിൽ എത്തിയിട്ടുണ്ട്. അവരുൾപ്പെടെ നാളെ തെരച്ചിൽ നടക്കുമ്പോൾ ആ സ്ഥലത്തുണ്ടാവുകയും ചെയ്യും. 10 മണിയോടെ തന്നെ ഞാൻ നിൽക്കുന്ന ഈ അഴിമുഖത്ത് ഈ ഡ്രഡ്ജർ എത്തിച്ചേരും. അതിനുശേഷം വേലിയിറക്ക സമയം നോക്കിയായിരിക്കും ഈ 2 പാലങ്ങളും മറികടന്ന് വൈകിട്ടോടെയോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടെയോ ഈ ഡ്രഡ്ജർ ഷിരൂരിൽ എത്തിക്കുക. SKN. താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് കാർവാറിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.